ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ ഓൾ ടൈം ഹൈ തന്നെയാണ്. നിഫ്റ്റിക്കും സെൻസെക്സിനും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് നിക്കായ് 225 34 ഇയേഴ്സിലത്തെ വീണ്ടും ഒരു പുതിയ ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 35,923.5 ആണ് ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുള്ള 34 ഇയർ ഹൈ. നിക്കായ് 225 1989 ഡിസംബർ 29 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് 38,915.87 ക്ലോസിംഗ് ആയിരുന്നു ഓൾ ടൈം ഹൈ ക്ലോസിംഗ്. ഓൾ ടൈം ഹൈ വന്നത് 38,957.44 പോയിൻ്റ് ആണ്. അതിനുശേഷം ജാപ്പനീസ് നിക്കായ് ആ ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഈ വർഷം ജാപ്പനീസ് നിക്കായ് ആ ലെവലൊക്കെ ക്ലോസ് ചെയ്യാൻ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് ചൈനയിൽ ഇന്ന് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ചൈനീസ് സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ റേറ്റ് കട്ടിങ് നടത്തിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഡൗ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് അമേരിക്കയിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് S&P 500 വിക്സ് 12.7 ആണ്. വ്യാഴാഴ്ച 12.44 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെയാണ്. യൂറോപ്പ് മാർക്കറ്റ് എല്ലാം വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ചൈന വീക്കായിരുന്നു. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച റിക്കവർ ചെയ്തിരുന്നു. $2,053.6 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $2,058 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $77.41 പെർ ബാരലിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. മോർണിംഗിൽ $78.47 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച വീക്കായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ മെറ്റയാണ് കഴിഞ്ഞ ആഴ്ചയിൽ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജി ഷെയറുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വിപ്രോയുടെ ADRകൾ 17% ഹൈ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഓവറോൾ അമേരിക്കയിലും ടെക്നോളജി റാലി തന്നെയാണ്. ഇന്ത്യയിൽ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ടെക്നോളജി റാലിയും അതുപോലെ തന്നെ റിലയൻസ് റാലിയാണ് നിഫ്റ്റിനെയും സെൻസെക്സിനെയും പുതിയ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നിട്ടുണ്ട്. 50 ലക്ഷം കോടിക്ക് മുകളിലേക്ക് AUM മാറിയിരിക്കുകയാണ്. ഡിസംബർ മാസത്ത് SIP ഡിസംബർ മാസത്തിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ വന്നിരിക്കുന്നത് 17,610 കോടി രൂപയാണ്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ന്യൂസായിരുന്നു വെള്ളിയാഴ്ച. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ഇനി നമ്മൾ സെക്ടർ സ്പെസിഫിക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ അക്വാകൾച്ചറിനാണ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്വാകൾച്ചർ ഷെയർസ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തത് കിങ്സ് ഇൻഫ്രാവെഞ്ചറാണ്. തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ 3-4 വർഷത്തെ റെക്കമെൻഡേഷനാണ്. ഇപ്പോൾ 217-18 ലെവലിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയാണ് കിങ്സ് ഇൻഫ്രാവെഞ്ചർ ലിമിറ്റഡ്. BSE മാത്രമേ ലിസ്റ്റഡ് ഉള്ളൂ. ലക്ഷറി ഐറ്റംസിന് വലിയ ഡിമാൻഡാണ് അടുത്ത കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്തോസ്, ടൈറ്റൻ, കല്യാൺ ജ്വല്ലറി അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റോക്കുകൾക്ക് ഇവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ NRIs ആണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ലക്ഷറി ഫ്ലാറ്റുകളൊക്കെ ഇന്ത്യയിൽ വാങ്ങിയിരിക്കുന്നത്. ടോട്ടൽ സെയിൽസിൻ്റെ 20% NRIs ആണ് അക്വയർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. DLF ഒക്കെ വലിയ രീതിയിലുള്ള സെയിൽസ് ഫിഗറുകളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച DLFൻ്റെ ഒരു പ്രോപ്പർട്ടി 1,113 ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകൾ 3 ദിവസം കൊണ്ടാണ് വിറ്റുപോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ലോധ ഇവർക്കൊക്കെ നല്ല സെയിൽസ് ഫിഗറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ
വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം കഴിഞ്ഞ 45 വർഷത്തിൽ ആദ്യമായിട്ടാണ് ലക്ഷറി ഹോം അല്ലെങ്കിൽ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് സെയിൽസ് അഫോർഡബിൾ സെയിൽസിനെ ബീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഓൾറെഡി ഈ ന്യൂസിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡിയറി അഡാനി ന്യൂ ഇൻഡസ്ട്രീസിനാണ് ആദ്യമായിട്ട് ഇലക്ട്രോലൈസർ നിർമ്മിക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. 198.5 മെഗാവാട്ടിൻ്റെ ഓർഡറാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ട്സാണ് അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഗുജറാത്തിലത്തെ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റും തമിഴ്നാട്ടിലത്തെ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം കമ്പനികൾ ഗുജറാത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഗുജറാത്തിൽ 26.33 ലക്ഷം കോടി ഒരു ഓഫേഴ്സാണ്, തമിഴ്നാട്ടിൽ 6.64 ലക്ഷം കോടി ഒരു ഓഫേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ വീണ്ടും 2 അക്വിസിഷൻ നടത്തിയിരിക്കുകയാണ്. ക്യാപിറ്റൽ ഫുഡ്സ് എന്ന് പറയുന്നൊരു കമ്പനി, അതുപോലെ തന്നെ ഓർഗാനിക് ഇന്ത്യ ലിമിറ്റഡ്. ക്യാപിറ്റൽ ഫുഡ്സ് 5100 കോടിക്കാണ്, ഓർഗാനിക് ഇന്ത്യ ലിമിറ്റഡ് 1900 കോടി രൂപയ്ക്കാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന അക്വിസിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ടാറ്റ കൺസ്യൂമർ ഈ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ എയർടെല്ലും അവരുടെ ടെലികോം താരിഫുകൾ 5G താരിഫുകൾ 10 തൊട്ട് 20% വരെ കൂട്ടാൻ പോവുകയാണ്. അടുത്ത മാസങ്ങളിൽ അതിൻ്റെ ഡിസിഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം 5Gയിൽ തീർച്ചയായിട്ടും റേറ്റ് ഹൈ ആയിരിക്കും. അവരുടെ കോസ്റ്റ് ഓവർടേക്ക് ചെയ്ത് പ്രോഫിറ്റബിലിറ്റിക്ക് വലിയ രീതിയിൽ വരികയാണെങ്കിൽ നല്ല പ്രോഫിറ്റബിലിറ്റി 2 കമ്പനി റിലയൻസ് ജിയോയും അതുപോലെ തന്നെ ഭാരതി എയർടെല്ലും കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫാസ്റ്റാഗാണ് ഇപ്പോൾ ഫെബ്രുവരി മുതൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS വെച്ചിട്ടുള്ള ടെസ്റ്റിംഗ് ആരംഭിക്കുകയാണ് 10 നാഷണൽ ഹൈവേകളിൽ. അത് സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാ ഹൈവേകളിലും ഒരുപക്ഷെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാ ഫാസ്റ്റാഗ് അതുപോലെ തന്നെ ടോൾ പ്ലാസകളൊക്കെ അടച്ചു പൂട്ടും. വളരെ പോസിറ്റീവാണ്. കാരണം സഞ്ചരിക്കുന്ന ദൂരത്തിന് മാത്രമേ ഈ പുതിയ സിസ്റ്റത്തിൽ നമ്മൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ കൊടുക്കുന്നതിന് ഫിക്സഡ് റേറ്റ് ആണ്. അപ്പോൾ ഇത് പൊതുവെ പബ്ലിക്കിനും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അവലോൺ ടെക്നോളജീസ് ഒരു സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ് പാർട്ട്ണർ ആയിരിക്കുകയാണ് സീഡാക്ക്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിലുള്ള ഒരു കമ്പനി, ഒരു R&D വിങ് ആണ് സീഡാക്ക്. അവലോൺ ടെക്നോളജീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് 2 ലേറ്റസ്റ്റ് മിസൈലും കൂടി ഇന്ത്യൻ ആർമിക്ക് കൊടുത്തിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 2 മിസൈലുകളാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഭാരത് ഡൈനാമിക്സിനെ കുറിച്ച് ഭാരത് BDLന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ONGC വീണ്ടും 2 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് റിസർവോയർ ഗ്യാസ് ഫൈൻഡിങ് നടത്തിയിരിക്കുകയാണ്. മഹാനദി ബേസിൻ ബ്ലോക്കിലാണ്. ഡീപ്പ് വാട്ടർ ബ്ലോക്കിൽ നിന്നുള്ള അവരുടെ എഫർട്ടിന് വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ONGCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി നമ്മൾ ഇൻ്ററിം ബഡ്ജറ്റിൽ റെയിൽവേയുടെ ക്യാപെക്സ് വീണ്ടും കൂട്ടുന്നതാണ് പറയുന്നത്. 400 വന്ദേ ഭാരത് ട്രെയിനുകൾക്കുള്ളത്, അതുപോലെ തന്നെ കവച് കൂടുതൽ കിലോമീറ്ററുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അലോക്കേഷനൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും HBL പവർ, അതുപോലെ തന്നെ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ജൂപ്പിറ്റർ വാഗൻസ്, ഓറിയൻറ്റ് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, BEML റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കും ഇത്. ടെക്നോളജി ഷെയറുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ രീതിയിലുള്ള ഗ്രോത്താണ് കാണിക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2024 ഓൾമോസ്റ്റ് എല്ലാ കോർപ്പറേറ്റുകളും ടെക്നോളജി സ്പെൻഡിങ്ങും കൂട്ടുകയാണ്. അപ്പോൾ AI റിലേറ്റഡും അതുപോലെ തന്നെ മറ്റ് ടെക്നോളജി റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു നമ്മുടെ ടെക്നോളജി മുൻനിരയിലുള്ള കമ്പനികൾ TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്കൊക്കെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഇൻഫോസിസും TCSും ഓൾറെഡി മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് HCL ടെക്കും വിപ്രോയും നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം മറ്റു ടെക്നോളജി ഷെയറുകളും ഈ റാലിയിൽ പങ്കെടുക്കാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ Q3 റിസൾട്ടുകൾ ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതാത് സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇന്നു മുതൽ ധാരാളം
Q3 റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. ആ റിസൾട്ടിനനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവാം. ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 22,200 22,500 ലെവലിലേക്കൊക്കെ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഡിമാർട്ടിൻ്റെ സെയിലും വന്നിട്ടുണ്ട്. FMCG അതുപോലെ തന്നെ മാൾ റിലേറ്റഡ് സ്റ്റോക്കുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഡിമാർട്ടും അവന്യൂ സൂപ്പർ മാർക്കറ്റും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോളായിട്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ട്. ആ മൊമെൻറ്റം കണ്ടിന്യൂ ആയുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുമ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനെടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസിഷനായിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഓൾറെഡി ആണ്. അതുകൊണ്ട് അമേരിക്ക റിലേറ്റഡ് ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റുകളിൽ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. മറിച്ച് ജാപ്പനീസ് നിക്കൈ അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ആയിരിക്കാം നമ്മുടെ മാർക്കറ്റിനെ കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. ഒപ്പം Q3 റിസൾട്ടുകളും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.